UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ലീഗിൻ്റെ റോള്? ലീഗിലെ ഒരാൾക്ക് ഏത് വകുപ്പ് ലഭിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന ഭീതിയും പടർത്തുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വാസ്തവം? അല്ല, ഒന്ന് ഇപ്പോൾ KN ഖാദർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചോളം കേരളത്തിൽ ഒറ്റക്ക് നിന്ന് വേണമെങ്കിൽ ഒരു സീറ്റുകൾ ജയിക്കാവുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ലീഗ് മാത്രമാണ്. ഘടകകക്ഷികൾ മറ്റൊരു ഘടകകക്ഷിക്കും ഇൻക്ലൂഡിങ് CPIക്കും ജോസ് കെ മാണിക്കും അടക്കം മറ്റങ്ങനെ ഒറ്റക്ക് നിന്ന് ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയില്ല. അപ്പോൾ ലീഗ് ഇത്തവണ കുറേ കൂടി നന്നായി പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ 15 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ ലീഗ് എന്താണെങ്കിലും ഒരു 20-ലധികം സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 20-ലധികം സീറ്റ് നേടുകയും കോൺഗ്രസിനകത്ത് തന്നെ ജയിക്കുന്നവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലീഗിന് അതിനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലീഗിനെ പോലൊരു പാർട്ടിക്ക് അതിനുള്ള എല്ലാ അർഹതയുണ്ട്. പക്ഷേ ഗൗതം പറഞ്ഞതുപോലെ ഇത് ലീഗിൻ്റെ ഒരപ്രതിനിധിത്വമുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് കുറേ കൂടി ഒരു പ്രാതിനിധ്യം കിട്ടുന്ന ഭരണമായിരിക്കും വരിക എന്ന് പറയുന്ന ഒരു കാര്യം പ്രചരണം തീർച്ചയായിട്ടും ഇപ്പുറത്ത് കൊഴുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കൊഴുക്കുമ്പോൾ സംഭവിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം BJPയിലേക്ക് കഴിഞ്ഞ ലോക്സഭയിൽ പോയിട്ടുള്ള നിരവധി വോട്ടുകൾ കൂടി ഒരുപക്ഷെ CPMന് അനുകൂലമായിട്ട് തെക്കൻ കേരളത്തിൽ വന്നേക്കാം എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നേക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ എൻ്റയർ റിസൾട്ടിനെ അത് വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പലപ്പോഴും പറ്റുന്ന രണ്ടാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് വളരെ കൃത്യമായി പണിയെടുക്കുകയും ഇനി മുസ്ലിം ലീഗിൽ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ മലബാറിലൊക്കെ തന്നെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് കൃത്യമായി പണിയെടുക്കുകയും ചെയ്യും. പക്ഷേ മുസ്ലിം ലീഗ് അതല്ലാതെ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലൊക്കെയുള്ള മണ്ഡലങ്ങളുണ്ട്, പുനലൂർ പോലെയുള്ള. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ പക്ഷേ പലപ്പോഴും കോൺഗ്രസിൻ്റെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് മുസ്ലിം ലീഗിന് കിട്ടാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പെർഫോമൻസ് ഇത്തവണ അവർ കാഴ്ചവെക്കും. കാരണം മലബാർ റീജിയനിലായിരിക്കും UDFന് നേട്ടമുണ്ടാവുക. ആ നേട്ടം തന്നെ മുസ്ലിം ലീഗിൻ്റെ കരുത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി കണക്ക് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം ഗൗതത്തോട്. 15,000-ന് മേളിൽ ഭൂരിപക്ഷമുള്ള ഉറപ്പായും UDF ജയിക്കുമെന്ന് വിചാരിക്കുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ 27ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ 27ഓളം മണ്ഡലങ്ങൾ 25ഓളം മണ്ഡലങ്ങളുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ 17ഓളം മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിനെയാണ്. ബാക്കി 5 മണ്ഡലങ്ങളേ ഉള്ളൂ കോൺഗ്രസിനുള്ളത്. ബാക്കി 2 മണ്ഡലങ്ങൾ അതായത് ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിനുള്ളൂ. അപ്പോൾ ഈ ഇത്രയും മണ്ഡലങ്ങളിൽ തന്നെ അതായത് ജയിക്കുമെന്ന് 100% ഉറപ്പുകളുള്ള ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് പോലും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്താൽ ഉറപ്പുള്ള ഒരേ ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. മുസ്ലിം ലീഗ് ഇനിയും വളരാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഒരു 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും വോട്ടുകൾ മാത്രമേ ഇപ്പോഴും മുസ്ലിം ലീഗിന് ഉള്ളൂ. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലേക്ക് എടുത്തു വെച്ച് നോക്കിയാൽ പോലും നമുക്കറിയാം മുസ്ലിം സമുദായത്തിൻ്റെ നമ്പർ 32-33% പോട്ടെ 77% ഉണ്ടെന്ന് കണക്കൂട്ടിയാൽ പോലും ഏതാണ്ട് ഒരു 90 ലക്ഷം അല്ലെങ്കിൽ 80 ലക്ഷത്തിലധികം വരുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഉണ്ട്. ആ ആളുകളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോഴും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒപ്പം അല്ല നിൽക്കുന്നത്. ഉദാഹരണത്തിന് മഞ്ചേശ്വരം പോലൊരു മണ്ഡലത്തിൽ ഏതാണ്ട് 60% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുണ്ട്. അവിടെ ഓപ്പോസിറ്റ് വരുന്നത് BJP ആണ്. ആ BJP ഉള്ളപ്പോൾ പോലും യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ഗണ്യമായി മറ്റു പാർട്ടികളിലേക്ക് ഇടതുപക്ഷത്തേക്കൊക്കെ തന്നെ കൃത്യമായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇനി വളരാനുണ്ട്. പക്ഷേ ഇതൊക്കെ വളരാനുണ്ടെന്നൊക്കെ പറയുമ്പോഴും UDFൽ ഏറ്റവും കൃത്യമായി ഒറ്റക്ക് നിന്നാൽ പോലും ജയിച്ചു കയറാൻ കഴിയുന്ന ഏക പാർട്ടി മുസ്ലിം ലീഗാണ്. പക്ഷേ മുസ്ലിം ലീഗും SDPയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണം തീർച്ചയായിട്ടും കൊഴുക്കും. അത് UDFന് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഇപ്പം ദേശാഭിമാനി പോലുള്ള ഓൺലൈൻ മീഡിയകളിൽ വരുന്ന വാർത്തകൾ ഇപ്പം വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട്. അതിൽ VD സതീശൻ കേരള കൗമുദിക്ക് നൽകിയ ഒരു അഭിമുഖം കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. അതായത് 2021 ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്ന സമയങ്ങൾ ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് വിട്ടുപോകാൻ UDF വിട്ടുപോകാൻ താല്പര്യപ്പെട്ടിട്ട് നിൽക്കുകയായിരുന്നു എന്നാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താണ് ലക്ഷ്യം വെക്കുന്നത് വി ഡി സതീശൻ? എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അത് കൗമുദിയിലായിട്ട് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ളൊരു കാര്യമാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നൊക്കെ ഉള്ളത് ഇനി ക്ലാരിറ്റി വരുത്തേണ്ടൊരു കാര്യമാണ്. കാരണം മുസ്ലിം ലീഗ് 2021 അങ്ങനെ വിട്ടുപോകാൻ വേണ്ടി, അതായത് ഒരു തുടർഭരണം LDF ഉണ്ടായപ്പോൾ നിരാശരായവർ വിട്ടുപോകാൻ ആലോചിച്ചിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇനി ആലോചിച്ചിട്ടുണ്ടാവാം. ഇനി ആലോചിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ അത് പറഞ്ഞേക്കുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് അവരെ പിടിച്ചു നിർത്തിയത് എന്ന് പറയുമ്പോൾ, ഞാനില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിനെ വിട്ട് മുസ്ലിം ലീഗ് പോകുമായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് അനുഭാവികൾക്കും കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുള്ള മറ്റാളുകൾക്കും ലീഗിലുള്ള വിശ്വാസത കൂടി ഒന്നുകൂടി കുറയുന്ന ഒരു കാര്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടതല്ല, അങ്ങനെ പറയേണ്ടതല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ കേട്ടില്ല അത്. ശരി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രചരണം എന്താണ്? ആ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് UDF ഇത്തവണ കൂടി തോറ്റാൽ, അതായത് ഈ 2026 തെരഞ്ഞെടുപ്പ് കൂടി UDF തോറ്റിട്ടുണ്ടെങ്കിൽ UDF ഛിന്നഭിന്നമാകുമെന്ന്, UDF ഇല്ലാതാകുമെന്ന് പറയുന്ന കാര്യമുണ്ട്. കാരണം അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പിന്നെ വി ഡി സതീശൻ എന്തോ ഓഫർ കൊടുത്താണ് നിർത്തിയത് എന്ന് പറയുന്ന ഒരുപാട് മറ്റേ ബോഗസ് ആയിട്ടുള്ള ചിന്തകൾക്കും അതുപോലെ സങ്കല്പങ്ങൾക്കും ഒക്കെ തന്നെ ആളുകൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു ആശയ അടിത്തറയില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും വലിയ വലിയ പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടഡ് ആണ് കേട്ടോ, കാരണം എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത വായിച്ചിട്ട് നമുക്ക് എത്രത്തോളം ശരിയാണെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൗമുദിയിൽ ഇൻ്റർവ്യൂ തന്നെ കാണണം. എന്തായാലും അത് വന്നിട്ടുണ്ടെങ്കിൽ അപകടമാണ്. ഒരു സംശയമില്ല. വന്നിട്ടുണ്ടെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞാൽ ഇപ്പം സംഭവിക്കാൻ പോണത് 24 മണിക്കൂറോ 48 മണിക്കൂറോ വി ഡി സതീശൻ തന്നെ തിരുത്തി പറയും. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറയും. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാളെ CPM പറയണേ, CPM പിണറായി വിജയൻ എഴുതിട്ട് പറയണേ, ഒരു മിനിറ്റ്, ബിനോയ് വിശ്വമൊക്കെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇപ്പുറത്തേക്ക് നിർത്തിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ CPM-കാർ എന്തിനു ബിനോയ് വിശ്വത്തിനെ കൂട്ടിയണം, CPIക്ക് എന്തിനു കൂട്ടിയണം? ആ ചോദ്യം ഉയരോടാ. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്. പിന്നെ ഇത് കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രശ്നമൊന്നും ആകാൻ സാധ്യതയില്ല. കാരണം കോഴിക്കോടും മലബാറും അതുപോലെ മലപ്പുറത്തും ഒക്കെയുള്ള എല്ലാ ലീഗിൻ്റെ സിസ്റ്റമാണ് കുറെ കൂടി ഭംഗിയായി ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യുകയും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ അവർ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നത് അതാണ്. അപ്പം അതുകൊണ്ട് അതിലൊക്കെ തന്നെ പിന്നെ ഇത് പറയുമ്പോഴും ഇപ്പോൾ മലപ്പുറത്ത് ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്ത്, നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്ത് ലീഗ്, അതായത് കോൺഗ്രസിൻ്റെ വളർച്ച ഉണ്ടാക്കാനും ലീഗിൻ്റെ വളർച്ച ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് വലിയ എഫേർട്ടുകൾ ഇട്ടിരുന്നു. അതുകൊണ്ട് വലിയ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ കോൺഗ്രസ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരൊന്നുമില്ല. അതുകൊണ്ട് വലിയ ഫൈറ്റ് ഒന്നുമില്ല. ആ ഫൈറ്റ് ഇല്ലാതെ നിൽക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു വിജയത്തെ അത് പരിക്കേൽപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള ഒരു ഭീതി പടർത്തുന്നുണ്ട്. കേരളം ഭരിക്കാൻ പോകുന്നത് ലീഗാണ്. ആ ഭീതിയെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ ഇല്ലയെന്ന് പറയണല്ലോ തീർച്ചയായിട്ടും. ഈ കേരളത്തിൽ ഇപ്പോൾ വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോക് പോളിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സർവേ വന്നു. ഇപ്പോൾ മാതൃഭൂമിയുടെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, മനോരമയുടെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർവേകളെല്ലാം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു എഫേർട്ട് സർവേയുടെ കാര്യത്തിൽ ചെറുതായിട്ടെങ്കിലും എടുത്തിട്ടുള്ള ആളുകൾ മുഴുവൻ പറയുന്നത് ഈ തെക്കൻ കേരളത്തിലേക്ക് CPM-ന് വലിയ ഡാമേജ് ഉണ്ടാവില്ല, LDF-ന് വലിയ ഡാമേജ് ഉണ്ടാവില്ല എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മതപരമായിട്ടുള്ള കൺസോളിഡേഷൻസ് പല അർത്ഥത്തിലും ഉണ്ടാകുന്നു. കുറേ കൂടി വർഗീയമായിട്ടുള്ള വിഭജനങ്ങൾ കേരളത്തിൽ കൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ KN ഖാദർ പോലും കേന്ദ്രയാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ്. പകരം അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും SDPയും മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന ഒരു സഖ്യമാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണം തന്നെ വലിയ പ്രശ്നങ്ങൾ ഈ തെക്കൻ കേരളത്തിലേക്ക് കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഒക്കെ UDF-നും ഒക്കെ നേതാവായിട്ടുള്ള ബാലൻ AK ബാലനാണ് അതൊക്കെ അഴിച്ചുവിട്ടത്. അല്ല, AK ബാലൻ അഴിച്ചുവിട്ടതല്ല. ഇതിൻ്റെ പിന്നിൽ ഇപ്പം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതിൻ്റെ പിന്നിലൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും മറ്റേ വി ഡി സതീശനാണ്. AK ബാലൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം AK ബാലൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? AK ബാലൻ രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗിനെയും വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും വിമർശിക്കാനുള്ള അധികാരം പുള്ളിക്കില്ലേ?
അത് നിങ്ങൾ എന്തിനാണ് മുസ്ലിം വിമർശനമാക്കി മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതെന്തിനാ നിങ്ങളിപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ ഞാൻ വിമർശിച്ചാൽ അത് മുസ്ലിം വിമർശനമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അത് അവരുടെ തന്ത്രമാണ്. ആരുടെ? ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രമാണ്. അത് 1% പോലും ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ വിമർശിച്ചാൽ ഒരേ സമുദായത്തിനെതിരെയുള്ള വിമർശനമാണെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും RSSനെ വിമർശിച്ചാൽ അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള വിമർശനമായിട്ട് നമ്മളാരും എടുക്കുന്നില്ലല്ലോ. ഇതിനിടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് സഞ്ചരിക്കവേ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഈ രാഷ്ട്രീയം സംസാരിക്കുന്നതിനിടെ അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അത് ശരിക്കും കേട്ടപ്പോൾ അത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് പിണറായിക്ക് ഒരുപാട് കുഴപ്പങ്ങളും ഒരുപാട് വൃത്തികേടുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഇത്തവണ LDFന് വോട്ട് കുത്തും. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തുകൊണ്ടാണ് UDFന് വോട്ട് കുത്താത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു UDF വന്നു കഴിഞ്ഞാൽ ലീഗിൻ്റെ അഴിഞ്ഞാട്ടമായിരിക്കും. അല്ല, ഇത് രണ്ടും മറ്റേ മോശമാണ്. അതിൽ ഒന്ന് ഗൗതത്തിന് കൂടി സൂചിക്കുന്നതായതുകൊണ്ട് വിട്ടുകളയുന്നതാണ്. പിണറായി വൃത്തികേട് കാണിച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേട് കാണിച്ചിട്ടുള്ളത്? നമ്മൾ അതാണ് നിങ്ങൾ ഫാക്ച്വൽ അല്ലാത്തൊരു അദ്ദേഹം പറഞ്ഞൊരു കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ജനറൽ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അദ്ദേഹം പറഞ്ഞു വന്നതിന്റെ പൊരുൾ എന്ന് പറയുന്നത് ഹിന്ദു പോളറൈസേഷൻ കൃത്യമായിട്ട് CPM നടത്തുന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ നിരവധിയായിട്ടുള്ള മനസ്സിൽ BJPയെ കൊണ്ട് നടക്കുന്ന ആശയം കൊണ്ട് നടക്കുന്ന ആളുകൾ പോലും പിണറായി വിജയൻ കേരളം ഭരിക്കണം ഒന്നും കൂടി എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഇതാണ്. ഈ CPM നടത്തുന്നു എന്ന് പറയാൻ ഗൗതത്തിന്റെ എന്ത് തെളിവുള്ളത്? CPM നടത്തുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. CPM ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിലേക്ക് സംശയമില്ല. കാരണം CPMന് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് CPM ഇണ്ടാതിരിക്കുന്നുണ്ടാവും. പക്ഷെ CPMനെ സംബന്ധിച്ചോളം ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഓർക്കില്ലേ? വെൽഫെയർ പാർട്ടിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. ആ രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി എതിരാളികൾ എതിർക്കണ്ടേ? അതിനെന്താണ് കുഴപ്പമുള്ളത്? അവർ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തേക്കണത് എപ്പോഴാണ് അങ്ങനെ ഒരു നിലപാടും യഥാർത്ഥത്തിൽ എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവരോട് പല തരത്തിലുള്ള സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തേക്കുന്നത്. പിന്നെ ചില പെർസെപ്ഷൻസ് ഒക്കെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു പെർസെപ്ഷൻ ഞാൻ പറയാം. BJPക്കെതിരെ പിണറായി വിജയൻ ഒന്നും പറയാറില്ല. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. ഇവിടെ അമിത്ഷാ വന്നിട്ട് ഇവിടെ ഒരു പ്രസംഗം നടത്തിയിട്ട് പോയപ്പോൾ അത് കേരള അങ്ങോട്ട് എടുക്കാനായിട്ട് ഈ തടി പോരാ എന്ന് പേരെടുത്ത് പറഞ്ഞ അമിത്ഷായെ വിമർശിച്ചത് പിണറായി വിജയനാണ്. മനസ്സിലായ? ഇവിടെ നിങ്ങൾ അന്വേഷണ ഏജൻസികളെ വേണമെങ്കിൽ വിട്ടോ, ഞങ്ങൾ നേരിട്ട് കാണാം എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. കേരളത്തിലെ നിയമസഭകൾ 6 ബില്ലുകളാണ്, 6 പ്രമേയങ്ങളാണ് പാസ്സാക്കിയാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ. ഒന്നും പറയാതിരുന്ന നാട്ടുകാരെന്താ പറയാ? അല്ല, നിങ്ങളറിയണല്ലോ. ഞാൻ പറയണത് പൗരത്വ നിയമത്തിനെതിരെ നിയമസഭ പ്രമേയം പാസ്സാക്കി. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ നേറ്റിവിറ്റി കാർഡ് കൊടുക്കുന്നതിന്റെ പ്രമേയം പാസ്സാക്കി. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പാസ്സാക്കിയിട്ടുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ നരേറ്റീവ് ഇങ്ങനെ ബിൽഡ് ചെയ്യാണ്. ഏതെന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗ് വന്നാൽ ഇതായിരിക്കും, അതുപോലെ പിണറായി വിജയൻ വന്നാൽ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ ഇത് അനുകൂലമായിട്ടാണ്. ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ടുള്ള ഏറ്റവും താഴേക്കടയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ എങ്ങനെയാണ് വോട്ട് കുത്തുക എന്നതിന്റെ ഒരു രീതിയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പിണറായി വിജയൻ സർക്കാരിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്, അദ്ദേഹം ഒരുപാട് ഈ കാലങ്ങളിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വോട്ട് കുത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ UDF വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ അഴിഞ്ഞാട്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ പിണറായിക്ക് വോട്ട് കിട്ടും. ഇത് എന്തുകൊണ്ട് ഇത് മാത്രമൊന്നുമല്ലെന്നേ. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദേശത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കോൺട്രാക്ടറുമായി എന്നെ അദ്ദേഹം ഒരു ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറാം, വലിയ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് ആ ഹോട്ടലിൽ കയറണ്ട നമുക്ക്, കാരണം വെച്ചാൽ മറ്റേ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞു. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ നടന്നത് പ്രത്യേക മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളുകളാണ്, അതുകൊണ്ട് അവിടെ കയറേണ്ട വേറൊരു ഹോട്ടലിൽ കയറാതെ പറയണം. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൗതം പറയാത്തൊരു സത്യം അതിനകത്തുണ്ട്. സംഘപരിവാർ അജണ്ടകൾ ഇങ്ങോട്ട് വളരെ ആഞ്ഞടിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണത്. അതിന് പകരം നിങ്ങൾ വെറുതെ CPMനെ കുറ്റം പറയുകയാണ്. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ശാഖയിൽ പോകുന്ന ആളുകൾ കുഴപ്പമില്ല, അവർ വളരെ നിഷ്കാമ കാമികളായിട്ടുള്ള ആളുകളാണ്, അവർ യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ലാത്ത ആളുകളാണെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള വർഗീയ വിഭജനവും ഈ പറഞ്ഞ പോലെ അജണ്ടയും അവർ കൃത്യമായിട്ട് കേരളത്തിലേക്ക് എന്ത് ചെയ്ത് വിട്ടു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ BJPക്കുള്ളത് 15% വോട്ടാണ്. പക്ഷെ BJPയുടെ ആശയങ്ങൾ പേറുന്നവർ 15% അല്ല. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് 38 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് BJPക്ക് കിട്ടിയത്. ആളുകൾ ഇവിടെ തീവ്ര മതപരമായും ജാതീയമായിട്ടൊക്കെ നോക്കി വിഭജനം ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അതിന് പല നുണകളും ആളുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണക്കാര് സംഘപരിവാർ മാത്രമാണ്. സംഘപരിവാറാണ് ഈ പ്രധാനപ്പെട്ട കാരണക്കാർ. അതിന് ഇന്ത്യ മുഴുവൻ അവർ വ്യാപിച്ചപ്പോൾ കേരളം മാത്രം ഒരു തുരുത്തായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ CPM-ഉം ഇടതുപക്ഷവും അതുപോലെ തന്നെ കുറച്ചെങ്കിലും കോൺഗ്രസും ഒക്കെ തന്നെ ഇവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇത് 15% എത്തിയിരിക്കണേ. കാരണം അല്ലെങ്കിൽ അവരുടെ വേഗത വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ത്രിപുരയിൽ 11% വോട്ട് കിട്ടി, അവർ തൊട്ടടുത്തോളം 38% വോട്ട് മേടിക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ള MLA-മാരെയോ ഇവിടെയുള്ള MP-മാരെയോ അങ്ങനെ വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ അതിന് ഒരുപാട് അപഭ്രംശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണേണ്. കാരണം അവർ കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോലും വീടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരവും അതുകൊണ്ടാണ് ശബരിമലയും ഒക്കെ തന്നെ ചർച്ചാ വിഷയമാകുന്നത്. കാരണം നമ്മുടെ ഇവിടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമല്ലാതാവുകയും വികസനം ചർച്ചാ വിഷയമല്ലാതാവുകയും ജാതിയും മതവും മാത്രം വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്ത് അവരുടെ വിജയമാണ്. ഇനി ഇതിന്റെ എതിർ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? ഇതിന് വളരെ വളം വെച്ചു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ ഈ പറഞ്ഞ പോലെ ജിഹുകളിലൂടെയുമുള്ള പ്രചാരണം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളും ബാക്കിയുള്ളതിലൂടെയും വരുന്ന വെറും മണ്ടനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ വെറും തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ആളുകൾ വശപ്പതരായി പോവാണ്. ആ വശപ്പതരായി പോകുന്നതിന്റെ കാര്യമാണ് താങ്കൾ ഇപ്പൊ നേരത്തെ കണ്ടത്. അവർക്ക് ഇപ്പൊ അതില്ല എന്ന് പറയേണ്ട ആവശ്യം ഇവർക്ക് എന്താ ഉള്ളത്? CPM എൻഡോസ് ചെയ്തിട്ടില്ല. ഇല്ല, CPM എൻഡോസ് ചെയ്തൊരു വാക്ക് പറ. ചെയ്തിട്ടില്ല. ഞാനിവിടെ വാപ്പ് പറയാം താങ്കളോട്. ഈ നമ്മൾ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്? രാവിലെ എഴുന്നേറ്റ് വന്ന് പൗഡർ ഇട്ട് വന്നിരുന്നിട്ട് എന്തെങ്കിലും വായിട്ട് വന്ന് വിളിച്ചു. ഇതുവരെ ജമാഅത്തിയുടെ പിന്തുണ ജമാഅത്തെ അതാണ് വാക്കുകളുടെ ട്വിസ്റ്റ്. താങ്കളുടെ ഇനി താങ്കൾ ഒരു കാര്യം കൂടി പറയുന്നുള്ളൂ. ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞാൽ താങ്കളുടെ ഈ രംഗത്ത് ഈ നാടകത്തിൽ അഭിനയം തീർന്നു. ഞാൻ ചോദിക്കുന്നത് CPM അടക്കം CPM ഇപ്പോഴും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. കാരണം എന്താ? CPM-ഉം കോൺഗ്രസും എല്ലാം ഒരുമിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. മറ്റു പല സ്റ്റേറ്റുകളിലും അത്തരത്തിലുള്ള പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ഐഡിയോളജികളെ ആ ചേഞ്ചുകളെ CPM എൻഡോസ് ചെയ്തിട്ടില്ല. അതായത് അവര് മാറിയിട്ടുണ്ട് എന്ന് CPM ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് ഗൗതം നാളെ വന്നിട്ട് ഗൗതം ഇപ്പൊ ഒരു മതരാഷ്ട്രവാദം നടത്തുന്ന ഒരാളാണ്. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഗൗതം മതരാഷ്ട്രവാദം നടത്തുന്ന ഒരാളാണ്. ഗൗതം എനിക്ക് പിന്തുണക്കാം, ഞാൻ ആ പിന്തുണ സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. കാരണം എന്താ? ഞാൻ നിങ്ങളുടെ പിന്തുണ സ്വീകരിച്ചു, നിങ്ങളുടെ വോട്ടുകൾ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയോളജിയും ഞാൻ എന്ത് ചെയ്തില്ല, നിങ്ങൾ മാറിയെന്നോ നിങ്ങൾ നല്ലവരാണെന്നോ ഒന്നും ഞാൻ എന്ത് ചെയ്തില്ല, പറയുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ യഥാർത്ഥത്തിൽ 2 തവണ VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നിട്ട് വന്നിട്ട് പറയുന്നു ഞങ്ങൾ മതരാഷ്ട്രവാദം ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? അവിടെയാണ് ഇതിന്റെ അപകടം. മനസ്സിലായ? അല്ലാതെ നിങ്ങളൊരു പിന്തുണ മേടിച്ചു എന്ന് പറയുന്നതിന് ജമാഅത്തിയെ പിന്തള്ളാതെ ആ ഭീതി തുടരും തന്നെയാണോ പറയുന്നത്? ജമാഅത്തിയെ VD സതീശൻ, കോൺഗ്രസ്. എനിക്ക് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, എനിക്ക് ഇപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരോടും സ്നേഹബുദ്ധിയെ ചോദിച്ചു നോക്കിയിരുന്നു. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം 18,600 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജയിച്ചത് 18,840 വോട്ടിനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുമായിട്ട് 240 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അന്ന് ചെയ്ത വീഡിയോ ഉണ്ട്, അതായത് ആ തെരഞ്ഞെടുപ്പ്. കാരണം ഇതിൽ പോലും എന്തിനാണ് SDP-യുടെ പിന്തുണ ഇവർ മേടിക്കുന്നത് എന്ന് പോലും സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം SDP-യുടെ പിന്തുണ ഇവർക്ക് ആവശ്യമില്ല. SDP-യുടെ പിന്തുണ മേടിക്കുന്നത് എപ്പോഴാണ്? 2 കൊല്ലത്തിന് മുമ്പ് അവരുടെ മാതൃസംഘടനയായിട്ടുള്ള PFIയെ നിരോധിച്ചതിന് ശേഷം ശരിക്കും SDP-യുടെ പിന്തുണ മേടിക്കുകയാണ്. ഓക്കെ, അത് മേടിച്ചു, അവിടെ നിൽക്കട്ടെ. ഇത് ഏറ്റവും വലിയ അപകടം ഉണ്ടായത് എന്താണെന്നറിയാമോ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആദ്യം കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തുന്നതിന് മുൻപേ തന്നെ ആദ്യമായി ആഹ്ലാദ പ്രകടനം നടത്തിയത് ഈ SDP-ക്കാരാണ്. ആ SDP-ക്കാർ എവിടെ? CPM-ന്റെ ഓഫീസിലൊക്കെ പ്രകടനം നടത്തിയത്. അപ്പോൾ ആ പ്രകടനം നടത്തിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചാണ് എന്തിനാണിത്? കാരണം അവർക്ക് കൂടിയത് 2000 വോട്ടുണ്ടാവും, 3000 വോട്ടുണ്ടാവും. ഈ 3000 വോട്ട് ഇല്ലാതെയും കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. പിന്നെ നിലമ്പൂരിലാണ് VD സതീശൻ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുന്നത്. നിലമ്പൂരിലും ഞാൻ സത്യസന്ധമായി പറയാം, നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ഇതില്ലാതെയും കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ജയിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അവിടെ സർവേ നടത്തി ഞാൻ കണ്ടെത്തിയത് 32,000 വോട്ടിന് ജയിക്കുമെന്നാണ്. അതായത് PV അൻവർ കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ 32,000 വോട്ടിന് അവിടെ ജയിച്ചാനെ. PV അൻവറിന് ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയല്ലോ, അതേപോലെ തന്നെ അദ്ദേഹത്തെ ഒരുമിച്ച് അന്നേരം നിർത്തിയാൽ മതിയായിരുന്നു. അതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയൊന്നും പിടിക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. രണ്ടാമത്തത്
ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചാലും കുഴപ്പമില്ലെന്നേ. ഇപ്പം നാളെ രതീഷ് ചക്രവാണി മത്സരിക്കുന്നു, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കുന്നു, എന്നെ തെരഞ്ഞെടുപ്പല്ലേ, ഞാൻ എല്ലാവരുടെയും പിന്തുണ ചോദിക്കും, ആരെയും വേണ്ടെന്ന് പറയില്ല, എന്നെ ആളുകൾ പിന്തുണച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, അവൻ ഇപ്പം നല്ല ആളാണ്, അവർക്ക് മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തേത്, AK ബാലനോ ബാക്കിയുള്ള ആളുകളോ CPM-കാരോ വെൽഫെയർ പാർട്ടീനെയോ ജമാഅത്തെ ഇസ്ലാമിയോ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വന്നൊരു ഷീൽഡായി നിൽക്കേണ്ട ആവശ്യം ഇല്ല. അത് ജനങ്ങളിൽ വലിയ സംശയം ഉണ്ടാക്കും. ആ സംശയമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തേക്കണത്, ഈ ഓട്ടോറിക്ഷക്കാരൻ താങ്കളോട് പറഞ്ഞേക്കണത്. അപ്പൊ അതുപോലെയുള്ള സംശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, ഇവിടെ ചോദ്യം, ആ ഭീതി ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? ഭീതി ഇല്ലാതാക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമെ എന്ത് ചെയ്യുക, അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ രക്ഷയില്ല, ഇനിയിപ്പോൾ തള്ളി പറഞ്ഞേ പറ്റൂ. നേരത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തരുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു, ഫൈൻ, ഓക്കെ, അത്ര ആവശ്യം ഉണ്ടായുള്ളൂ. ഇനി ഗൗതം മനസ്സിലാക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ SDPI-കാരൊക്കെ കൂടി കുറച്ച് താഴെയും വെച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്തായിരുന്നു, ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് കിടന്ന അന്ന് കൃത്യമായിട്ട്, അന്ന് കെ സുധാകരനാണ് പ്രസിഡന്റ്, കെ സുധാകരൻ വന്ന് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങൾക്ക് SDPI-കാരുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ, ഇത് പിന്തുണ കിട്ടിയാലുള്ള ഡേഞ്ചർ എന്താണെന്ന് കെ സുധാകരൻ എന്ന് മനസ്സിലായി. ഇപ്പോഴും സത്യത്തിൽ VD സതീശനെ പോലെ ഈ വളരെ കൃത്യമായ ബുദ്ധിയുള്ള ഒരാൾ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കറിയാം കാര്യം എന്താണെന്ന്, ആ കാര്യം ഇത്രേ ഉള്ളൂ. ഈ VD സതീശന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഇവരുടെ വോട്ട് പെർസെൻറ്റേജ് 0.33% ആണ് ഇവരുടെ വോട്ട്. 0.32% ആണ്, അതായത് 1%-ന്റെ 1/3 വോട്ടേ ഇവർക്കുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മീഡിയ വണ്ണിലൂടെയും അതുപോലെ ഔട്ട് ഓഫ് ഫോക്കസിലൂടെയും ഇവരുണ്ടാക്കുന്ന ആശയങ്ങൾ ഭക്ഷിക്കുന്ന നിരവധി ആളുകൾ ഈ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് എന്ത് വരികയാണ്, കൂടി വരികയാണ്. അതായത് തുറന്നു പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വരെ ഇത് ഭീഷണിയാണ്. മുസ്ലിം ലീഗിന്റെ ക്ലച്ചസിൽ നിന്ന് പോലും, മുസ്ലിം ലീഗിന്റെ ആശയപ്രചരണത്തിൽ നിന്ന് പോലും ഇവർ വിട്ടുപോവുകയും ഇത്ര വലിയ അവരുടെ ആശയപ്രചരണങ്ങൾക്ക് പലപ്പോഴും ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ആളുകൾ വശംവദരാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് താലിബാൻ വിസ്മയമാകുന്നതും, അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ പലസ്തീന് വേണ്ടി ഇവിടെ മുറവിളിയിട്ട് കരയുന്നതും മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ലാതായി തീരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് അത്തരത്തിലുള്ളൊരു ഈ പറയുന്ന പോലെ ആശയപരമായ ഒരു സ്വാധീനം ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് VD സതീശൻ എടുത്തത്. പക്ഷെ ഞാൻ തുറന്നു പറയാൻ ഗൗതം, ഇതിപ്പോൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇത് വേറെ തരത്തിലുള്ള അനുരണനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൂടി സതീശൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, കാണണം. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ വളരെ എളുപ്പത്തിൽ പറയാം, അതില്ലായിരുന്നെങ്കിലും സുഖമായിട്ട് എന്ത് ചെയ്യും, തെരഞ്ഞെടുപ്പുകളൊക്കെ ക്ലിയറായിട്ട് ജയിക്കും. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്താൽ പോലും തെരഞ്ഞെടുപ്പുകൾ കൃത്യമായിട്ട് ജയിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല.